എൻ്റെ പേര് ശങ്കർ. ഞാനിപ്പോൾ +2 കഴിഞ്ഞിരിക്കുന്നു. CUETക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിരുന്നു. അതിനുവേണ്ടി ഞാൻ പ്രിപ്പയർ ചേർന്നിരുന്നു. ഏപ്രിൽ മാസത്തിലാണ് ഞാൻ ചേർന്നിരുന്നത്. അപ്പോൾ എനിക്ക് വളരെ കുറച്ച് സമയമേ കിട്ടിയിരുന്നുള്ളൂ പഠിക്കാൻ. ഞാൻ ചൂസ് ചെയ്തിരിക്കുന്ന പേപ്പേഴ്സ് എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസും പിന്നെ ജനറൽ ടെസ്റ്റും ഇംഗ്ലീഷുമാണ്. അതിൽ ഡൊമൈൻ സബ്ജക്റ്റ് എനിക്ക് ഓൾറെഡി ഞങ്ങൾ പഠിക്കാനുള്ളതാണ് തന്നെ ഞങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിരുന്നു. പിന്നെ ഞങ്ങൾക്ക് കുറച്ചും ഡിഫിക്കൽട്ടായിരുന്നു ജനറൽ ടെസ്റ്റും ഇംഗ്ലീഷായിരുന്നു. പക്ഷേ ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെ ക്ലാസ്സുകളൊക്കെ ഉദ്ദേശിച്ച സമയത്തിന് തീർക്കാൻ പറ്റി. എല്ലാ ഏരിയാസും നമുക്ക് എത്തിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും നമുക്ക് ഏറ്റവും കൂടുതൽ എക്സാമിന് ആവശ്യമുള്ള ഏരിയാസ് ഏതൊക്കെയാണെന്ന് നമുക്ക് മെൻറ്റേഴ്സ് മുന്നേ തന്നെ പറഞ്ഞു വെച്ചിരുന്നു. അപ്പോൾ നമ്മൾ ആ ഏരിയാസ് കൂടുതലായിട്ട് നോക്കി അപ്പോൾ എക്സാം കുറച്ചും കൂടി ഈസി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ കൊടുത്തിരിക്കുന്ന യൂണിവേഴ്സിറ്റീസ്, സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് പറയുകയാണെങ്കിൽ ഹൈദരാബാദ്, പിന്നെ കേരള യൂണിവേഴ്സിറ്റി, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, 5 യൂണിവേഴ്സിറ്റികളാണ് കൊടുത്തിരിക്കുന്നത്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് എഴുതുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ടെൻഷൻസ് ഡിഫറൻസൊക്കെ ആദ്യം ഉണ്ടായിരുന്നു. പക്ഷേ പേപ്പേഴ്സിൽ ചേർന്ന് പിന്നെ എനിക്ക് കുറച്ചും കൂടി, കാരണം ടെസ്റ്റുകളാണെങ്കിലും നമുക്ക് ഓരോ സെക്ഷൻ കഴിയുമ്പോൾ നമുക്ക് വാല്യുവേഡ് നോട്ട്സും ടെസ്റ്റുകളും ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെ തന്നെ നമുക്ക് ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസും എല്ലാ മീഡിയം ലെവലും എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് അവിടെ തന്നെ അറ്റൻഡ് ചെയ്യാനും പറ്റും. അപ്പോൾ അത് നമ്മുടെ ടെൻഷൻ കുറച്ചും കുറച്ചു. ഫ്രീ ആയിട്ട് എക്സാം എഴുതാൻ പറ്റി. റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ.